പ്രിയപ്പെട്ടവരെ, ഈ പീഡാനുഭവ വാര ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വേണ്ടി പീഡകൾ അനുഭവിച്ചു മരിച്ചു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ കുരിശിൽ മരിച്ചു എന്നുള്ളതും അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരുപക്ഷെ ഈ സത്യത്തെ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ സഹന കീർത്തനമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ദുഃഖവെള്ളിയാഴ്ച നാം സാധാരണഗതിയിൽ വായിച്ച് കേൾക്കുന്ന ആ സഹനഗീതമാണ് ഈ പീഡാനുഭവ വാരത്തിൻ്റെ മുഴുവനും അർത്ഥം വ്യക്തമാക്കുന്നത് എന്നുള്ളതിനാൽ ആ തിരുവചനം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനം ആരംഭിക്കും. അതിപ്രകാരമാണ്: അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം അവലംബിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ ഈ ഒരു സഹന ദർശനം വാസ്തവത്തിൽ ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ അർത്ഥവും അവിടുന്ന് കുരിശിൽ മരിക്കുന്നതിൻ്റെ രീതിയും വ്യക്തമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതായത്, ഈശോ ജനിക്കുന്നതിന് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ നടത്തുന്ന പ്രവചനത്തിലാണ് കുരിശിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അതെന്തിനു വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്നും അതെപ്രകാരം സംഭവിക്കുമെന്നും പ്രവാചകൻ കൃത്യതയോടെ വ്യക്തതയോടെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം നമുക്ക് ധ്യാനപൂർവ്വം വിചിന്തനം നടത്തി നോക്കാം. അതായത്, 700 കൊല്ലം മുൻപ് ഇത് പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോ മിശിഹായുടെ കുരിശ് മരണം എന്ന് പറയുന്നത് കയ്യാഫാസിൻ്റെയോ പീലാത്തോസിൻ്റെയോ പദ്ധതി പ്രകാരം സംഭവിച്ചതല്ല എന്ന് നാം തിരിച്ചറിയണം. ബ്രിട്ടീഷ് ചിന്തകനായ ബെർട്രൻഡ് റസല് അദ്ദേഹത്തിൻ്റെ വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഈശോ മിശിഹാ ഒരു വലിയ സാമൂഹിക പ്രവർത്തകനായി വന്നു. സാമൂഹിക പ്രവർത്തനം ശരിയായ രീതിയിൽ മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് പോകുന്നതിൽ വന്ന വീഴ്ച ഈശോയുടെ കുരിശ് മരണത്തിന് കാരണമായി. അതിന് മറ്റർത്ഥതലങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഒരു നിരീശ്വര ചിന്തയോടെ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, റസല് കാണാതെ പോകുന്നൊരു ചിന്ത ഇതാണ്: ഈശോ ജനിക്കുന്നതിന് 700 കൊല്ലങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയാണ് അവൻ എപ്രകാരം മരിക്കുമെന്ന്, അവൻ സഹിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ് എന്ന്, അവൻ്റെ സഹനത്തിലൂടെ കൈവരുന്ന സൽഫലങ്ങൾ ഏതൊക്കെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സഹനഗീതത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ സഹനങ്ങൾ, ഈശോ മിശിഹായുടെ സഹനം ഉൾപ്പെടെ എല്ലാ സഹനങ്ങൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ സുചിന്തിതമായ പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ആ പദ്ധതിയെ ഗ്രഹിക്കാൻ കഴിയുന്നവർ സമചിത്തതയോടെ സഹനത്തെ സമീപിക്കുന്നു. അത് ഗ്രഹിക്കാൻ കഴിയാത്തവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകലുകയും സഹനത്തിൽ നിരാശപ്പെടുകയും നിസ്സഹായരായി തീരുകയും ചെയ്യുന്നു എന്നുള്ള സത്യമാണ് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നമ്മുടെ ഒന്നാമത്തെ ചിന്ത ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിനെയും കുറിച്ച് ദൈവമായ കർത്താവിന് പദ്ധതിയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഇന്ന് നാം കടന്നു പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള വിഷമ പ്രതിസന്ധികളായിക്കോട്ടെ, അവയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എല്ലാ പദ്ധതിയും നമുക്ക് മനസ്സിലാകണമെന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ചില സഹനങ്ങളുടെയൊക്കെ അർത്ഥം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഒരു മുന്നാസ്വാദനം എന്ന രീതിയിൽ നാം ധ്യാനിക്കുന്ന വചനഭാഗമാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് നമുക്കറിയാം. ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്ന രംഗം ഉൽപ്പത്തി ഗ്രന്ഥകാരൻ വിവരിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ആ രംഗം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. രാവിലെ കഴുതപ്പുറത്തേറി മകനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ അബ്രാഹം പോവുകയാണ്. ഇസഹാക്ക് എന്ന ബാലന് താൻ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നറിയത്തില്ല. പക്ഷെ അബ്രാഹം എന്ന പിതാവിനറിയാം. അബ്രാഹം മോറിയ മലയുടെ ചുവട്ടിൽ വെച്ച് വേലക്കാരെ ഒഴിവാക്കി പുത്രനെയും കൊണ്ട് മല കയറി പോകുമ്പോൾ ആ പുത്രനെ ബലിപീഠമുണ്ടാക്കി അതിൽ കിടത്തി അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കത്തി ഉയർത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ബലിയർപ്പണത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അബ്രാഹത്തിനറിയത്തില്ല, ഇസഹാക്കിനറിയത്തില്ല, ഇതെഴുതി വയ്ക്കുന്ന ഉൽപ്പത്തി ഗ്രന്ഥകാരൻ അറിയത്തില്ല. നൂറ്റാണ്ടുകളായി ബലിയുടെ കഥ വായിച്ച് ധ്യാനിച്ച യഹൂദ വിശ്വാസികൾക്കറിയാൻ പാടില്ല എന്തിനാണ് ഒരു അപ്പൻ ഇപ്രകാരം ഒരു അവിവേകം ചെയ്യുന്നത് എന്നവർക്കാർക്കും അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അബ്രാഹത്തിൻ്റെ വിശ്വാസ സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഏതോ ഒരു സംഭവം എന്നതിനപ്പുറത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല യഹൂദ ജനതയ്ക്കോ അബ്രാഹത്തിനോ ഇസഹാക്കിനോ ഉൽപ്പത്തി ഗ്രന്ഥകാരനോ എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് കാൽവരി മലമുകളിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ്റെ കൈപിടിച്ചുകൊണ്ട് അവനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി വരുമ്പോഴാണ് മോറിയ മലയിൽ സംഭവിക്കുന്ന അബ്രാഹം എന്ന പിതാവ് കടന്നു പോകുന്ന മനോസംഘർഷങ്ങളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത്. മോറിയായുടെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി ലോകം കാത്തിരിക്കണമായിരുന്നു മിശിഹായുടെ ജനനം വരെയും. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥകാരൻ വരികൾക്കിടയിൽ പറഞ്ഞു വയ്ക്കുന്ന സത്യമുണ്ട്. എല്ലാ സഹനവും നിഗൂഢമാണ്, എല്ലാ സഹനവും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. ഈശോ മിശിഹായുടെ കുരിശിനോട് ചേർത്ത് നിർത്തി വായിച്ചെടുക്കുന്നത് വരെയും ഒരു സഹനത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ് പരമമായ വസ്തുത. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ആ കാരണം വളരെ വ്യക്തമാണ്. അവൻ്റെ കുരിശിനെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ ധ്യാനിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത സമസ്യകളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും വഴിയറിയാത്തവൻ്റെ സങ്കടങ്ങളുമായി നിലകൊള്ളുന്നു എന്ന സത്യം. അബ്രാഹം എന്ന പിതാവിൻ്റെ ദുഃഖം കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് വായിക്കുമ്പോൾ അത് അത്ഭുതകരമായ അർത്ഥം കൈവരികയാണ്. അബ്രാഹം എന്ന പിതാവ് പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറുകയാണ്. കൈകാലുകൾ ബന്ധിച്ച് അവിടെ കടത്തപ്പെടുന്ന ഇസഹാക്ക് എന്ന പുത്രന് ദൈവപുത്രൻ്റെ മഹത്വം കൈവരികയാണ് എന്ന സത്യം. അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞാട് നിത്യബലിയർപ്പിക്കുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ പ്രതിരൂപമായി മാറുകയാണ്. നാം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് വായിച്ചെടുക്കുമ്പോൾ എല്ലാ സഹനങ്ങൾക്കും ദൈവീകമായ മാനം ലഭിക്കുന്നു. അവ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ നക്ഷത്ര ദീപ്തിയുള്ളതായി മാറുന്നു എന്നുള്ള സത്യം ഈ പീഡാനുഭവ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കുറിച്ചു വയ്ക്കേണ്ട രണ്ടാമത്തെ പാഠമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ പീഡാനുഭവ വഴികളിലേക്ക് നാം ഇറങ്ങുമ്പോൾ പീഡാനുഭവ ചിന്തകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയിലാണ്. ഗത്സമനി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒലിവ് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ താഴ്വരയിൽ ഈശോ ശിഷ്യരോടൊത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക നിമിഷത്തിൽ ആയിരിക്കുന്ന വിവരണത്തോടെയാണ് എല്ലാ സുവിശേഷങ്ങളും പീഡാനുഭവ വിവരണം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ ഗത്സമനി എല്ലാ മനുഷ്യനും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ഗത്സമനിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മെ മനസ്സിലാക്കും, സ്നേഹിക്കും, നമ്മുടെ ഒപ്പം നിൽക്കും എന്ന് നാം പ്രത്യാശ അർപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എന്നത് സത്യമാണ്. അവരെ ആശ്രയിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഇവർ നമ്മളെ കൈവിടില്ല എന്നൊരു വിചാരവും വിശ്വാസവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രത്യാശയുടെ ഘടകങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം. നമ്മെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ അപ്പന് കഴിയും, അമ്മയ്ക്ക് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കും, സഹോദരങ്ങൾക്ക് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കും, ജീവിത പങ്കാളിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം, മക്കൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ഗത്സമനി നമ്മെ പഠിപ്പിക്കുന്ന പാഠം, നമ്മെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല എന്ന വലിയ പാഠമാണ്. നിരാശപ്പെടരുത്. അപ്രകാരം ഒരു നിമിഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല എന്ന സത്യം തിരിച്ചറിയുന്നത് ഹൃദയഭേദകമായൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് പീഡാനുഭവത്തിൻ്റെ വഴിയിൽ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു വലിയ പാഠമാണ്. അതുകൊണ്ട് എന്നെ ആരും മനസ്സിലാക്കിയില്ലേ, എന്നെ ആരും സഹായിക്കുന്നില്ല, എൻ്റെ സങ്കടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല, എന്നെ ആരും അനുയാത്ര ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള നമ്മുടെ നിലവിളികൾ അവസാനിപ്പിക്കാം. ഗത്സമനിയിലെ പാറപ്പുറത്ത്, പരിപരുത്ത പാറപ്പുറത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവപുത്രൻ്റെ നിലവിളി, ആ നിലവിളിയുടെ തീവ്രതയും തീഷ്ണതയും നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു എന്ന് കാണിക്കാനാണ് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായി നിലം പതിച്ചു എന്ന്. നമുക്കറിയാം, നാം ആരും അത്രയും വലിയൊരു അന്തസംഘർഷത്തിലൂടെ കടന്നു പോയിട്ടില്ല. അതായത് നമ്മുടെ കൂപങ്ങളിലൂടെ വിയർപ്പിന് പകരം രക്തത്തുള്ളികൾ പനച്ചു തുടങ്ങുക എന്ന് പറയുന്നത്, വൈദ്യശാസ്ത്രം പറയുന്നത്, അത് അത്യധികമായ ഹൃദയ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ളതാണ്. ചില പ്രത്യേകതരം പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള പ്രതിഭാസങ്ങൾക്ക് ഹൃദയം വേദിയൊരുക്കും എന്നും വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ഈശോ കടന്നുപോയ അനുഭവം എന്ന് പറയുന്നത് അത്രമേൽ കഠിനമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്. തൻ്റെ ഒപ്പം നിൽക്കുമെന്ന് താൻ കരുതി താൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ അപ്പസ്തോലന്മാർ പോലും ആ നിർണായക നിമിഷത്തിൽ ഉറങ്ങിപ്പോയി. ഈശോയെ മനസ്സിലാക്കിയില്ല, ഒപ്പം നിന്നില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു അത് ഈശോയ്ക്ക് വേണ്ടിയല്ല എഴുതപ്പെട്ടത്. അത് എഴുതപ്പെട്ടത് നാം ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗപിതാവിന് മാത്രമാണ് എന്ന് ഈശോ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ 1 മണിക്കൂർ പോലും എന്നോട് തുണർന്നിരിക്കുന്നില്ലേ എന്നോർത്ത് സങ്കടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ദുഃഖമല്ല അവിടെ തിരിച്ചറിയേണ്ടത്. ഈശോ നമുക്ക് തരുന്ന ഒരു വലിയ പാഠമാണ്. നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യം. അതുകൊണ്ടാണ് ഈശോ പരമപിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന്. സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്. അതാണ് ഈശോ പഠിപ്പിക്കുന്ന
പീഡാനുഭവ വഴിയിലെ 4-ാമത്തെ പാഠം അതാണ്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അസഹനീയങ്ങളായി മാറുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് പ്രിയപ്പെട്ടവരെ. നാം ജീവിതത്തിൽ നമ്മുടേതായ ഇഷ്ടങ്ങളുടെ തടവറയിൽ, അതിൻ്റെ പിടിവാശിയിൽ, അതിൻ്റെ നിർബന്ധ ബുദ്ധികളിൽ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സംഘർഷങ്ങൾക്ക് അറുതിയുണ്ടാവുന്നില്ല. ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഈശോയുടെ ഹൃദയം ശാന്തമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഈശോ ആ തിരുവചനം ഉച്ചരിക്കുമ്പോഴാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് സഹനത്തെ നേരിടാനുള്ള അടുത്ത വഴിയായി ഈശോ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഈ ഗത്സമനി അനുഭവം തന്നെ ഒരു വലിയ പീഡാനുഭവ ധ്യാനത്തിന് വേദിയൊരുക്കുന്ന സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോ കടന്നു പോകുന്ന ആ അനുഭവങ്ങൾ, ഈശോയുടെ ജീവിതം എന്തുമാത്രം ദുഃഖപൂർണമായിരുന്നു, ഈശോ എന്തുമാത്രം മനോവേദന അനുഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ധ്യാനമല്ല സുവിശേഷകന്മാരുദ്ദേശിക്കുന്നത്. സഹനത്തിൻ്റെ തീവ്രതമമായ നിമിഷങ്ങളിൽ ഒരു വിജയിയെപ്പോലെ നിന്ന് സംസാരിക്കുന്ന കർത്താവിനെയാണ് തുടർന്ന് നാം കാണാൻ പോവുക. പീലാത്തോസ് തന്നെ കൊല്ലാൻ അധികാരമുള്ളവനാണെന്നറിഞ്ഞിട്ടും അവൻ്റെ മുഖത്തു നോക്കി സംസാരിക്കുന്ന, കയ്യാഫാസിനെ വെല്ലുവിളിക്കുന്ന, പ്രധാന പുരോഹിതന്മാരുടെ മുമ്പിൽ അവരെ നിഷ്പ്രഭമാക്കുന്ന വാദഗതികൾ ഉന്നയിക്കുന്ന, ഹെറോദേസിനെ തൻ്റെ മൗനം കൊണ്ട് അതിജീവിക്കുന്ന കർത്താവ് സഹനത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിട്ടല്ല സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുക. പിന്നെന്തുകൊണ്ടാണ് ഈ ഗത്സമനിയുടെ തീവ്രത ഇത്രമേൽ ഹൃദയസ്പർശിയായി സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമായ ഉത്തരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം തരുന്ന സുന്ദരമായ ഉത്തരം നമ്മളും തിരിച്ചറിയണം. കാരണം ദൈവഹിതത്തിന് നാം സമ്പൂർണമായി സമർപ്പിക്കുന്നത് വരെയും നമ്മുടെ സഹനങ്ങൾ നമ്മെ ഭാരപ്പെടുത്തും. അവ അതിതീവ്രമായി ഭാരപ്പെടുത്തും. നമ്മുടെ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളാകത്തക്ക വിധത്തിൽ അവ നമ്മെ ഭാരപ്പെടുത്തും. നമുക്കും ഇറക്കി വയ്ക്കാം നമ്മുടെ സഹനത്തിൻ്റെ ഭാരത്തെ പരമപിതാവിൻ്റെ പക്കൽ മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ, മകളുടെ സ്വാതന്ത്ര്യത്തോടെ ഇറക്കി വയ്ക്കാം. എൻ്റെ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മെ ഭാരപ്പെടുത്തുന്ന സകലതും കർത്താവിൻ്റെ വിശുദ്ധ കുരിശിന് മുൻപിൽ ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ ഈശോയുടെ സഹനം അവിടുന്ന് എങ്ങനെ അർത്ഥപൂർണമായി പൂർത്തിയാക്കിയോ ആ പൂർത്തീകരണം നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഗത്സമനിയുടെ അനുഭവത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഗത്സമനി അനുഭവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ശിഷ്യരെ ഒരുക്കി. പക്ഷേ ശിഷ്യർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വീണ്ടും ഈ ഗത്സമനിയുടെ അടുത്ത പാഠത്തിലേക്ക് നമ്മുടെ ധ്യാനചിന്തയെ കൊണ്ടുപോകാം. അടുത്ത പാഠത്തിൽ നാം ധ്യാനിക്കുന്നത് പടയാളികൾ ഈശോയെ പിടിക്കാൻ വേണ്ടി വരും. പടയാളികൾ ഈശോയെ ബന്ധിക്കാനായി വരുന്ന സന്ദർഭത്തിൽ ഈശോ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ധ്യാനിച്ചു നോക്കാം. പടയാളികൾ പിടിക്കാൻ വരുമ്പോൾ ഈശോ തനിക്കുള്ളവരെയെല്ലാം ഒപ്പം ചേർത്ത് നിർത്തി പ്രതിരോധത്തിൻ്റെ ശക്തി കാണിക്കുകയല്ല ചെയ്യും. ഒരു വിശ്വാസിക്ക് പ്രതിരോധം തീർക്കാൻ ആരുടെയും പിൻബലം ആവശ്യമില്ല എന്നുള്ള വലിയ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. കാരണം വിശ്വാസിയുടെ ശക്തി ദൈവം മാത്രമാണ്. ശിഷ്യന്മാരെ ഈശോ വിദഗ്ധമായി സംരക്ഷിച്ച് പുറത്തേക്ക് ആനയിക്കുകയാണ്. നിങ്ങൾ എന്നെയാണ് പിടിക്കാൻ വരുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാരെ രക്ഷിച്ചെടുക്കുകയാണ്. ഈ ഈശോ ഒറ്റപ്പെട്ടു പോയതിൽ സങ്കടപ്പെട്ടു എന്നൊക്കെ നമ്മൾ ലളിതമായി ധ്യാനിക്കുമ്പോൾ ഈ വചനങ്ങൾ നമ്മളെ തിരുത്തുന്നുണ്ട്. ഈശോ ഒറ്റയ്ക്ക് നിൽക്കാൻ ത്രാണിയുള്ളവനായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് സഹനത്തെ നേരിടാൻ
ഈശോ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. ശിഷ്യന്മാരെ എല്ലാം ഈശോ രക്ഷപ്പെടുത്തി അവരുടെ വഴിക്ക് വിടുകയാണ്. സഹനം ദൈവപിതാവിൻ്റെ തിരുഹിതമാണ് എന്ന തിരിച്ചറിവോടെ ഈശോ ഗെത്സമനിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോയുടെ ചോദ്യം. പടയാളികൾ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കുന്നത് നസ്രായനായ യേശുവിനെയാണ്. ഈശോയുടെ മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഈ ഗെത്സമനിയിലെ അറസ്റ്റ് എന്ന് നമുക്കറിയാം. അവിടെ ഈശോയുടെ മറുപടി അത് ഞാനാകുന്നു എന്നാണ്. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വെറുതെ ഒരു പ്രസ്താവനയല്ല. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്തിൻ്റെ പേരാണ്. യാഹ്വേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. യാഹ്വേ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥമാണ് ഞാനാകുന്നു. ഈശോ വെളിപ്പെടുത്തുകയാണ്, ഞാനാകുന്നു. ഉടനെ പടയാളികൾ മുഴുവനും ഈശോയുടെ മുമ്പിൽ വീണ് പ്രണമിക്കുകയാണ്. അത് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട ആരാധനയുടെ പ്രവൃത്തിയാണ് ഈ പീഡകന്മാരായ പടയാളികൾ ചെയ്യുന്നത് എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അതൊരു വലിയ വെളിപ്പെടുത്തലുണ്ട്. സഹനം ദൈവപിതാവിൻ്റെ തിരുഹിതമാണ് എന്ന തിരിച്ചറിവോടുകൂടി അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുമ്പോൾ നാം ദൈവപിതാവിൻ്റെ സാന്നിധ്യമുള്ളവരാകുന്നു എന്ന് മാത്രമല്ല, ആ പിതാവായ ദൈവത്തിന് സമരാകുന്നു എന്ന സത്യം കൂടി തിരിച്ചറിയും. അതാണ് ഈശോ പിതാവിൻ്റെ തിരുഹിതമാണെന്ന് മനസ്സിലാക്കി ആ സഹനത്തെ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ പേര് ഇനിമേൽ ഈശോ എന്നല്ല, യാഹ്വേ എന്നാണ്. ഞാനാകുന്നു എന്ന് ഈശോ പറയുക. യാഹ്വേ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവജനം ചെയ്തിരുന്ന സാഷ്ടാംഗ പ്രണാമത്തിൻ്റെ ആരാധന അവിടെ പടയാളികൾ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സഹിക്കുന്ന മനുഷ്യൻ, ദൈവപിതാവിൻ്റെ തിരുഹിതമാണ് സഹനത്തിലൂടെ നിറവേറ്റുന്നത് എന്ന് ബോധ്യം കിട്ടുന്ന മനുഷ്യൻ, അവൻ പിതാവിൻ്റെ ഭൂമിയിലെ പ്രതിരൂപമായി രൂപപ്പെടുന്നു എന്ന വലിയ പാഠം കൂടി ഈ ഗെത്സമനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹനത്തിൻ്റെ ദിവ്യമായ വഴികളിലൂടെ നമ്മുടെ കർത്താവ് നടക്കുന്നതിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പീഡാനുഭവ വാര ചിന്തകൾ നമുക്ക് തുടരാം. ഗെത്സമനി അനുഭവത്തെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും ദൈവത്തിനു മുമ്പിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ ആഴ്ചയുടെ ഓർമ്മയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യേശുനാഥൻ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി ശിഷ്യന്മാരോടൊപ്പം എത്തുന്നു. ഇത്തിരി മുന്നോട്ട് മാറി പാറയുടെ പുറത്ത് മുട്ടുകുത്തി ഈശോ പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവഹിതത്തോട് തന്നെ ചേർത്ത് വെച്ച് താതഹിതത്തിന് വിധേയപ്പെടുന്ന പുത്രൻ്റെ മനോഭാവം. ദൈവമേ, ഈ മനോഭാവത്തിലേക്ക് ഞങ്ങൾ നടക്കേണ്ടത്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടങ്ങളൊക്കെയും നിന്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് വെച്ച് നിന്റെ ഇഷ്ടത്തിനൊത്ത് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവമേ നീ ഞങ്ങളെ അനുവദിക്കണമേ. ദൈവവചനം പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാശത്തിൻ്റെ പദ്ധതിയല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതിയാ. ശക്തിപ്പെടുത്താൻ ദൂതനെത്തുന്നു, ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഒപ്പമെത്തുന്നു. ആ പരിശുദ്ധാത്മാ ദൈവത്തോട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന്. ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന്. ദൈവമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഒറ്റപ്പെടലിൻ്റെ ഈ അവസരത്തിൽ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് യേശുവിനെ ശക്തിപ്പെടുത്തിയതുപോലെ തന്നെ താതഹിതത്തിന് വിധേയപ്പെടാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയതുപോലെ പേടിച്ച 2 ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയതുപോലെ നമുക്കും ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
മുമ്പില് ഒറ്റപ്പെടലിന്റെ ഈ നിമിഷത്തില് ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 38 വർഷമായി ഒറ്റപ്പെട്ടവന്റെ ദുരന്തമുണ്ട്. അത് ബെത്സൈദ കുളക്കരയില്. ഒറ്റപ്പെട്ടവനോട് ഈശോ ചോദിക്കുന്നുണ്ട്, സുഖമാകാൻ താല്പര്യമുണ്ടോ? അവൻ പറഞ്ഞു, ആരും എന്നെ സഹായിക്കുന്നില്ല, ഇളകുന്ന വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവന്റെ സങ്കടക്കടലിലേക്ക് ചേർത്തു വെക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെടുന്ന വ്യക്തിത്വങ്ങൾ പേറുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഭാര്യയിൽ നിന്നും ഒറ്റപ്പെടുന്ന ഭർത്താവിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഭാര്യ, മാതാപിതാക്കൾ ഒറ്റപ്പെട്ട ദുരിതം ജീവിക്കുകയാണ്. മക്കള് പലപ്പോഴും ഒറ്റപ്പെട്ട തീരങ്ങൾ തേടി യാത്രയാവുകയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മളിന്ന് ജീവിക്കുക. യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരാലൊക്കെ ഒറ്റപ്പെട്ട ഒരു നിമിഷം. നമുക്കും ആഗ്രഹിച്ചു പാടാം ഒരിക്കൽ കൂടി, പരിശുദ്ധാത്മാവെ കരുത്ത് നൽകണമേ എന്ന്, പരിശുദ്ധാത്മാവെ കൃപ വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവകൃപയുടെ മുമ്പിൽ ആത്മാർത്ഥതയോടെ ഇരുകരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീണ്ടും ആലപിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞാനങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ ഞാനങ്ങേ ആരാധിക്കുന്നു, ദൈവമേ ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ ധൈര്യപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഒറ്റപ്പെട്ട തീരഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗത്തിന്റെ പേരില്, തെറ്റിദ്ധാരണ പേരില്, ഈശോയെ സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെ പേരിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ എല്ലാ മനുഷ്യരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹമില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപയാകണമേ, കൃപയാകണമേ, അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് ആലപിച്ച് പാടാം, നമുക്ക് ആലപിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കൃപയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഈശോ തിരിഞ്ഞു നോക്കുമ്പോൾ ശിഷ്യന്മാര് സുഖമായി കിടന്നുറങ്ങുന്നത്. യേശു ചോദിച്ചു, 1 മണിക്കൂർ നേരമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്ന്. മനസ്സ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. മനസ്സ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. അപ്പമെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാ, വാങ്ങി ഭക്ഷിക്കുവിൻ. കാസായെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതെന്റെ രക്തമാ, വാങ്ങി പാനം ചെയ്യുവിനെന്ന്. മതി വരുവോളം ഭക്ഷിച്ചു, മതി വരുവോളം പാനം ചെയ്ത്
ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒപ്പം ഇറങ്ങി പുറപ്പെട്ട ശിഷ്യന്മാര് ഓരോ മുഖങ്ങളിലിരുന്ന് സുഖമായി വിശ്രമിക്കുകയാണ്. യേശുവിന് വല്ലാത്ത സങ്കടം വന്നു. യേശുവിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. 3 വർഷക്കാലം പരിശീലിപ്പിച്ച ശിഷ്യന്മാര് ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ്, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് വമ്പ് പറഞ്ഞ പത്രോസ് കൊമ്പുകുത്തി കിടക്കുകയാണ്. നമുക്കും അവന്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാശ്ലീഹ ഇതാ സുഖനിദ്രയില്ല. ഇടതുവശത്തും വലതുവശത്തും സ്ഥാനം ആഗ്രഹിച്ചു വന്ന യാക്കോബും യോഹന്നാനും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പിരിവുകാരനായ ലേവിയും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. എല്ലാവരും സുഖമായി കിടന്നുറങ്ങുമ്പോൾ യേശു മാത്രം പ്രാർത്ഥിക്കുകയാണ്. യേശു മാത്രം പ്രാർത്ഥിക്കുകയാണ്. 2ഉം 3ഉം പ്രാവശ്യം വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണ്? അപ്പമാകാനുള്ള യേശുവിന്റെ യാത്രയുടെ ആരംഭ ഗെത്സമേ തോട്ടം. അപ്പമാകുന്നത് എന്തിനാണ്? ഒപ്പമായി തീരാന്. ഒപ്പമായ മാത്രമേ നമുക്കും അപ്പമായിട്ട് ഈ കാലഘട്ടങ്ങൾ അവതരിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പമാകുന്ന എന്തിനു വേണ്ടിയാണ്? അവന്റെ അസാന്നിധ്യത്തെ സാന്നിധ്യമാക്കാൻ വേണ്ടിയാണ്. ദിവ്യകാരുണ്യ സന്നിധാനത്തില് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അവൻ അപ്പമാകാനുള്ള യാത്ര ആരംഭിച്ചു. എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ഒറ്റപ്പെട്ട യേശുവിൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല, ആരും അത് ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരും സുഖമായ നിദ്രയില. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരണമേ എന്ന് പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞു, മോനെ, ഇത് നീ ഏറ്റെടുക്കണം. എൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ മക്കളുടെ വിമോചനത്തിന് വേണ്ടി, എൻ്റെ മക്കളുടെ സൗകര്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ഈ പാനപാത്രം നീ കുടിക്കണം. പ്രാർത്ഥനയിൽ അവിടുന്ന് ശക്തി സംഭരിച്ചു. പ്രാർത്ഥിച്ച് അവിടുന്ന് കരുത്താർജിച്ചു. കൃപയാകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി നല്ലവനായ ദൈവത്തോട് പാടി പ്രാർത്ഥിക്കാം. കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഈശോ നമ്മോട് പറയുക, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്. കുർബാനയിലേക്കുള്ള അവൻ്റെ യാത്രയുടെ ആരംഭം. പ്രാർത്ഥിച്ച് കരുത്താർജിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ, പ്രാർത്ഥനയിലൂടെ ശക്തി ആർജിച്ചെടുക്കുന്ന എൻ്റെ ദൈവം നമ്മോട് പറയാ, ഈ കാലഘട്ടങ്ങളിൽ വിവിധ രോഗങ്ങളാൽ ലോകം നടുങ്ങി വിറയ്ക്കുമ്പോൾ, വിവിധ രോഗങ്ങളാൽ മനുഷ്യൻ അലയുമ്പോൾ, അലയുന്ന മനുഷ്യ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുക, പ്രാർത്ഥിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക. വചനം പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയും അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകും. നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആ കുർബാനയിലേക്കുള്ള യേശുവിൻ്റെ യാത്രയ്ക്കൊപ്പമായിരിക്കാൻ. ഈ കാലഘട്ടങ്ങളിൽ രോഗപീഠകൾ മൂലം വിഷമിക്കുന്ന രാജ്യത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടി, രോഗപീഠകൾ മൂലം വിഷമിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്കും തമ്പുരാന്റെ മുമ്പിൽ കൈകൾ കൂപ്പാം. നെടുവീർപ്പോടെ നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഒറ്റപ്പെടുന്ന രോഗികൾ, അവരെ ശുശ്രൂഷിക്കുന്ന ധാരാളം മക്കൾ, അവരൊക്കെ ഈ അൾത്താരയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.
അപ്പമായി ഇന്നീയൾത്താരയിൽ എല്ലാവരും പാടാം. വന്നു വാഴും സ്വർഗരാജനീസു. അപ്പമായി ഇന്നീയൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീസു. ധന്യമാമി വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീയൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീസു. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി ഇന്നീയൾത്താരയിൽ വന്നു വാഴും സ്വർഗരാജനീസു. തമ്പുരാന്റെ കൃപയുടെ മുമ്പിൽ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ഒരിക്കൽ കൂടി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, ഭൂവാസികളോട് ചേർന്ന്, രോഗപീഠകളാൽ, കടബാധ്യതകളാൽ, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റപ്പെട്ട തുറമുഖങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും തമ്പുരാനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠകൾ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവമേ അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചികിത്സ കഴിഞ്ഞ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി. രോഗം മൂലം വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒറ്റപ്പെട്ട ദുരന്തങ്ങൾ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കൈകൾ കൂപ്പാം. തമ്പുരാന്റെ ആശീർവാദത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. അപ്പമാകാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ട അവിടുന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒറ്റപ്പെടലിൻ്റെ കയ്യിൽ നിന്നും അവിടുന്ന് കരകയറുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാർ, നമ്മൾ വിശ്വാസം അർപ്പിച്ച പലരും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ അവഗണിക്കുമ്പോൾ നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അപ്പമായത് ഒപ്പമാകാനാണെങ്കിൽ, അപ്പമായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും സഹനങ്ങൾ ആവശ്യമാണ്. ആ സഹനങ്ങളെ ഏറ്റവും സന്തോഷത്തിൽ ഏറ്റെടുക്കാൻ കരുത്ത് നൽകണമേ കർത്താവേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ജീവൻ നൽകുവാൻ
പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യനിടത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.